ICSE പാർട്ട് 4 ആണ്. നിങ്ങളുടെ സിലബസ് അനുസരിച്ച് അടുത്ത് നിങ്ങൾക്കുള്ള പോർഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ക്രോമസോം ആണ്. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ക്രോമസോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങളൊരു സെല്ല് എടുത്ത് വെച്ചിട്ട് സെല്ല് മൈക്രോസ്കോപ്പ് വഴി നോക്കുകയാണെങ്കിൽ, ഡൈലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മൈക്രോസ്കോപ്പ് വഴി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ന്യൂക്ലിയസിനകത്ത് നല്ല നീളമുള്ള തിന്നായിട്ടുള്ള ഡാർക്ക് കളറിൽ ഒരു സ്റ്റെയിനിങ് ഫൈബേഴ്സിനെ കാണാൻ പറ്റും. ഒരു കുറച്ച് ഫൈബേഴ്സ് ഇങ്ങനെ കൂട്ടി നൂലിങ്ങനെ ചുരുക്കി വെച്ചിരിക്കുന്ന കണക്കായിരിക്കും കാണാൻ പറ്റുക. അതിനെ ആക്ച്വലി വിളിക്കുന്നത് ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്നാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്നത് ഇൻ്റർഫേസ് സ്റ്റേജിൽ, സാധാരണഗതിയിൽ ഒരു സെല്ല് എടുക്കുമ്പോൾ മാക്സിമം അത് ഇൻ്റർഫേസ് സ്റ്റേജ് ആയിരിക്കും. സംടൈംസ് ഇറ്റ് വിൽ ബി ഇൻ പ്രൊഫേസ് ഓർ അതർ ഫേസസ് ആവാം. മാക്സിമം ഇപ്പോൾ ഒരു സെല്ല് എടുക്കുമ്പോഴത്തേക്ക് ഇൻ്റർഫേസ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ലോങ് സ്റ്റെയിനിങ് ഫൈബേഴ്സായിട്ട് കാണുന്നതിനെ ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയുന്നു. ഇനി ഈ സെല്ല് ഇൻ്റർഫേസ് കഴിഞ്ഞ് പ്രൊഫേസിലോട്ട് പോകുന്ന ആ ഒരു സ്റ്റേജിലാണ് സെല്ലിനെ നമ്മൾ സ്റ്റെയിനിലിട്ട് നോക്കുന്നതെങ്കിൽ നമുക്ക് ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്ത ക്രോമസോം രൂപത്തിൽ കാണാൻ പറ്റും. ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ് ചെയ്യും, എല്ലാം കൂടെ അടിഞ്ഞൊരിടത്ത് കൂടിയിട്ട് അതെന്തായിട്ട് മാറും, ക്രോമസോമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ പ്രൊഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോമസോം വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്രോമസോം നമുക്ക് എന്താണെന്ന് വിളിക്കാം? ക്രോമസോം എന്ന് പറയുന്നത് നല്ല കണ്ടൻസ്ഡ് ആയിട്ടുള്ള കോയിൽഡ് ക്രോമാറ്റിൻ ഫൈബേഴ്സാണ്. ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഒരു നൂല് കണക്കിനിരിക്കുന്ന ഫൈബേഴ്സ് എല്ലാം കൂടി കണ്ടൻസ് ചെയ്ത് ക്രോമസോമിൻ്റെ രൂപത്തിലായിട്ട് മാറും. അതിനെയാണ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആരാണ് ക്രോമസോമിനെ ഡിസ്കവർ ചെയ്തത്, കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ സയൻറ്റിസ്റ്റായ വോൾട്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. 1882 കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹം ആ സെല്ല് നോക്കുന്ന സമയത്ത് മൈറ്റോസിസ് ഡിവിഷൻ നടക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം കണ്ടത് സലാമൻഡർ എന്ന് പറയുന്ന ഒരു ആംഫിബിയൻ്റെ ലാർവയിലാണ് അദ്ദേഹം ആ ഒരു സെൽ ഡിവിഷൻ അദ്ദേഹം കണ്ടത് ആ സമയത്ത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ക്രോമസോം, ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് ക്രോമസോം ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നടുക്കത്തെ ഭാഗം കണ്ടല്ലോ, ഇതിനെയാണ് സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്. ക്രോമസോം എന്ന് പറയുന്നത് ഒരു കണ്ടൻസ്ഡ് ഫോമാണ്. സെൽ ഡിവിഷൻ സമയമാകുമ്പോഴത്തേക്കും കണ്ടൻസ് ചെയ്താണ് ഈ രൂപത്തിലായിട്ട് മാറുന്നത് ക്രോമസോം. ഈ നടുക്കതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്. ക്രോമസോമിൻ്റെ രണ്ട് ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഈ ക്രോമാറ്റിഡ്. രണ്ട് ക്രോമാറ്റിഡും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു കൺസ്ട്രക്റ്റഡ് റീജിയൻ, അകത്തോട്ടിങ്ങനെ തിങ്ങിയിരിക്കുന്ന ഒരു റീജിയൻ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത ഈ സെൻട്രോമിയർ ഈ സെൻട്രോമിയർ ആണ് സ്പിൻഡിൽ ഫൈബറിൽ അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കുന്നത്. സ്പിൻഡിൽ ഫൈബർ ഓർമ്മയുണ്ടല്ലോ, മൈറ്റോസിസ് നടക്കുന്ന സമയത്ത് നടുക്കൂടെ ഒരു ലൈനായിട്ട് പോകുന്നുണ്ട്. പ്ലാന്റ് സെല്ലും ഉണ്ട്, അനിമൽ സെല്ലും ഉണ്ട്. അതിലാണ് ഈ സെൻട്രോമിയർ എന്ത് ചെയ്തിരിക്കുന്നത്, അറ്റാച്ച് ചെയ്ത് സെൽ ഡിവിഷൻ സമയമാകുമ്പോഴത്തേക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇനി കറക്റ്റായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന്. ഇതാണ് സെൻട്രോമിയർ. ഓക്കെ, ഇതാണ് രണ്ട് ക്രോമാറ്റിഡ്. ഇത് ടോട്ടലായിട്ട് നമ്മൾ ക്രോമസോം എന്ന് വിളിക്കുന്നു. ഇനി സെൽ ഡിവിഷൻ സമയമാകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഈ സെൻട്രോമിയർ സ്പിൻഡിൽ ഫൈബേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. സ്പിൻഡിൽ ഫൈബേഴ്സ് ഇതിന് എന്ത് ചെയ്യും, ഫസ്റ്റ് ഇക്വിറ്റൽ റീജിയനിലോട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതൊരു പോർഷനിലോട്ട് പോകും, ഇതടുത്ത പോർഷൻ, ഓരോ പോൾ റീജിയനിലോട്ട്, ഒന്ന് നോർത്ത് പോളോ ഒന്ന് സൗത്ത് പോൾ റീജിയനായിട്ട് ഇത് പോകും. അങ്ങനെയാണ് സാധാരണ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. സെൽ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ക്രോമാറ്റിഡ് എല്ലാം മാറി വീണ്ടും ക്രോമസോം എന്തായിട്ട് മാറും, വീണ്ടും ക്രോമാറ്റിൻ ഫൈബേഴ്സ്, ത്രെഡ് ലൈക്ക് ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആയിട്ട് മാറുക എന്ന ഫംഗ്ഷനാണ് അതിനകത്ത് നടക്കുന്നത് സാധാരണ രീതിയിൽ. ഇനി ഈ ക്രോമാറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്രോമസോം ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടിരിക്കുമ്പോൾ ക്രോമാറ്റിൻ ഫൈബേഴ്സ്, ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണുള്ളത്? DNA-യും ഹിസ്റ്റോൺസും ആണ് ഉള്ളത്. എന്തൊക്കെ ഉണ്ട്? DNA-യും ഹിസ്റ്റോൺസും. നിങ്ങൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ, ദ ബോൾ ലൈക്ക് സ്ട്രക്ചറിനെയാണ് ഹിസ്റ്റോൺ എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാവും. ഈ ഹിസ്റ്റോൺസ് എല്ലാം കൂടി ഒരിടത്ത് കൂടിയിരുന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, DNA എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോൺസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നതാണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഇതിനെന്തെന്ന് വിളിക്കുന്നു, ന്യൂക്ലിയോസോം എന്ന് വിളിക്കുന്നു. ഓക്കെ, കണ്ടല്ലോ, ക്രോമാറ്റിൻ ഫൈബറാണ്. ക്രോമാറ്റിൻ ഫൈബേഴ്സിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ ചുരുളഴിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബോൾ ലൈക്ക് സ്ട്രക്ചർ ഹിസ്റ്റോൺസ് എന്ന് വിളിക്കുന്നു. ആ ഹിസ്റ്റോണിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളിനെ DNA എന്ന് വിളിക്കുന്നു. ടോട്ടൽ അത് രണ്ടും കൂടി, ഹിസ്റ്റോണും DNA കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ഇനി DNA-യുടെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോന്യൂക്ലിയിക് ആസിഡ് ആണ്. ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് പ്രോട്ടീനാണ്.
ഓക്കെ, DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അബൌട്ട് 40% ആണ്. ഒരു ന്യൂക്ലിയോസോം അല്ലെങ്കിൽ ഒരു ക്രോമാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ 40% DNA-യും ബാക്കി 60% ഹിസ്റ്റോണും ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഹിസ്റ്റോണും DNA ഒരു കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്തൊരു DNA സ്ട്രാൻഡ്. ഓക്കെ, 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആയിരിക്കും ഇതിനകത്ത് കാണുക. ഈ 8 എണ്ണമാണ് ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ DNA വരുന്നത്. 8 ഹിസ്റ്റോൺ മോളിക്യൂൾ, 8 ബോൾസ് ജോയിൻ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ, നമ്മുടെ ഇപ്പോൾ ഒരു മാലയൊക്കെ കോർത്തിരിക്കുന്ന കണക്കായിരിക്കുന്നത്. കുറേ ബീഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്ക്. ഇങ്ങനെയാണ് നമ്മുടെ ക്രോമാറ്റിൻ ഫൈബേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഫുട്ബോൾ ഒരു ലോങ് റോപ്പ് വെച്ച് നമുക്കിങ്ങനെ എന്താ പറയുക ചുറ്റിപ്പറ്റി വെച്ചിരിക്കുന്ന കണക്കാണ് ഇതിരിക്കുന്നത്. ഇതിന് ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ന്യൂക്ലിയോസ്. ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഹ്യൂമൻ ക്രോമസോം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് എന്തുണ്ട് ക്രോമസോം അതിനകത്ത് കാണുന്നുണ്ട്. ഈ ഫുൾ ക്രോമാറ്റിൻ ഫൈബർ കോയിൽ ചെയ്താണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, കോയിൽ ചെയ്ത് സാധാരണ നമ്മുടെ ഫോൺ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ലൈൻ ഫോൺ അറിയാലോ. ലൈൻ ഫോണിൻ്റെ ഒരു എന്താ പറയുക കോയിലേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെ ഇരിക്കും. ഈ ഒരു ടൈപ്പിലാണ് നമ്മുടെ DNA ഹിസ്റ്റോൺ മോളിക്യൂളായിട്ട് അറേഞ്ച് ചെയ്ത് നമ്മുടെ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കാണപ്പെടുന്നത്.